വാൾട്ടറിന്റെ പിള്ളേരെ തൊടാൻ ഒരുത്തനും വളർന്നിട്ടില്ലടാ. നീ ഒന്നും നോക്കണ്ട. ജോസമ്മയുടെ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആ നോട്ടില്ലേ എന്റെ സാറേ, നീ എങ്ങനെ ആ നോക്കിയേ? അതൊന്നും പറയില്ല. വരില്ലല്ലേ എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ ബസ് കൊടുക്കുന്നത്? ഇതൊക്കെ റോങ് അല്ലേ? അല്ല, റോഷൻ ഡയറക്റ്റ് ചെയ്തൊരു നാടകമുണ്ട്, ബൈ ബൈ ബൈപാസ്. അതിൽ ഷാം ചെയ്തൊരു ക്യാരക്ടർ ഉണ്ട്. അവിടെ തന്നെ ഞാനും അദ്വൈത്ത് കണ്ടൊരു സാധനമാണ്. പുള്ളിക്ക് ആ സെൻസ് ഓഫ് ഹ്യൂമർ കോമിക് ടൈമിംഗ് ഒക്കെയാണ് ചില സാധനങ്ങളൊക്കെ ആള് കയ്യിൽ നിന്നിട്ട് ഇടണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. പക്ഷെ ഇയാള് DOP ആണ്, പ്രസിദ്ധനായ ഇല്ല. പാട്ടും പാടും. പാട്ടും പാടുവോ? ഭയങ്കര പാട്ട് തന്നെയാണ്. ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ പഠിപ്പിച്ചിരുന്നു. മീൻസ് നമ്പർ 1 ക്ലാസ് റാങ്ക്. ഈ റാങ്കിൽ പുള്ളിയാണ് നമ്പർ 1 ട്രെയിനിങ്ങിന്റെ സമയത്ത്. പിന്നെ ഇവര് ഫൈറ്റൊക്കെ കിഡിലായിട്ട് ചെയ്ത് ഒന്നും പറ്റിയില്ല, ഒരു ഇഞ്ചുറിയും പറ്റിയില്ല. ക്രൗഡിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഫ്രാക്ചർ പറ്റിയത്. വെറുതെ നിന്ന് ഒരാളെ തട്ടി, അപ്പൊ കലൊടി. ഷോട്ടിന് മുന്നേ 5-6 പുഷപ്പ് ഒക്കെ എടുത്ത് റോഷന്റെ ഫൈറ്റിന് മുമ്പ് റോഷൻ അന്നത്തെ ദിവസം എടുത്ത് 500 പുഷപ്പ്. ഓരോ ഷോട്ടിനിടയ്ക്ക് 10-15 ഇട്ടുകൊണ്ടിരിക്കും. കാരണം കൊച്ചിയിലൊക്കെ ഇപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോ തിരക്കൊക്കെ നടക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ അല്ലേ? ഫോർട്ട് കൊച്ചിയിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയതിനേക്കാളും കൂടുതൽ എനിക്ക് കോഴിക്കോടിന് പൈസ. കോഴിക്കോടിലെ ആൾക്കാർ സിപ്പാൻ വിളിക്കണ്ട. അല്ല, ഫോട്ടോച്ചിലുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ജി സിനിമാസ് തിയേറ്റർ റെസ്പോൺസിന് പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ എല്ലാവരും സൂപ്പർ ഫാൻ അസോസിയേഷൻ ഉണ്ട് അവിടെ. അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർ പുള്ളിയാണ്. അതിപ്പോ പകുതി എന്നെ കൂട്ടുകാരെ വാൾട്ടറിന്റെ പിള്ളേരെ തൊടാൻ ഒരുത്തനും വളർന്നിട്ടില്ലടാ. അതാണ് ഇപ്പൊ സിനിമ കണ്ട എല്ലാവർക്കും വാൾട്ടറിനും പിള്ളേരും അത്രമാത്രം സുപരിചിതമായിരിക്കും. ചത്ത പച്ച ടീമിന്റെ ഇന്റർവ്യൂ ആണ് നമ്മളുടെ ഇവിടെ. ഹായ്, ഹലോ ഗൈസ്, വെൽക്കം. നമ്മള് സിനിമ കണ്ടിട്ട് ഇതിപ്പോ എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഒരു ഐഡിയ ഇല്ല. എല്ലാവരും ഇങ്ങനെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ ഫൈറ്റിംഗ് സീനിൽ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ഓരോ ഇൻട്രോസ് ഭയങ്കര സ്പെസിഫിക്കലി അവരെടുത്ത് വെച്ചാക്കുന്നതായിരുന്നല്ലോ. ഈ ഇൻട്രോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുമായിരുന്നോ? അതായത് ഇത് ഇങ്ങനെ തന്നെ ഹിറ്റ് ആവാൻ പോകുന്ന, ഇങ്ങനെ തന്നെ കയ്യടി വീഴുന്ന ഇൻട്രോസ് ആയിരിക്കും എല്ലാവർക്കും ഉള്ളതെന്ന് ഷൂട്ട് ചെയ്യുമ്പോഴേ അറിയുമായിരുന്നോ? എന്ത് സൈലൻസ്? എന്നോടൊന്ന് ചോദിച്ചു തുടങ്ങി. നിനക്കറിയായിരുന്നോ ഇൻട്രോ ഷൂട്ട് ചെയ്യുമ്പോ? ഞാൻ ഉണ്ടായിരുന്നില്ലേ ഷൂട്ട് ചെയ്യുമ്പോ ഇൻട്രോ? ഓ, ഓക്കെ. ചെറിയാന്റെ ഇൻട്രോ കണ്ടപ്പോ ഞാനും ഡാറ്റും കൂടെ മോണിറ്ററിൽ ഇരുന്ന് കണ്ടോണ്ടിരിക്കായിരുന്നു ചെറിയാന്റെ ഇൻട്രോ. അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങള് റെക്കോർഡും ചെയ്തു. ആ ഷോഗണിൽ കണ്ടിട്ട് ഷോഗണിൽ തന്നെ റെക്കോർഡും ചെയ്ത് വെച്ചാണ്. ചെറിയാന്റെ സ്വാഗ് ഞങ്ങൾ ലൈവ് കാണുമ്പോ വേറെ ലെവലായിരുന്നു. വെരി ഫ്രാങ്ക്, ഐ ബിക്കം എ ഫാൻ ഓഫ് യുവേഴ്സ്. അതായത് കിഡിലായിട്ടുണ്ട് നിങ്ങളുടെ സ്വാഗ്, നിങ്ങളുടെ കോസ്റ്റ്യൂംസ്, നിങ്ങളുടെ എക്സ്പ്രഷൻസ്, നിങ്ങളുടെ നടത്തം, നോട്ടം എല്ലാം എന്താ പറയാ, ഔട്ട് ഓഫ് ബോക്സ് ആയിരുന്നു അല്ലേ? നിങ്ങൾ ആക്ച്വലി ഒരു വില്ലൻ ക്യാരക്ടർ നമ്മളെ കണ്ടിട്ടുണ്ട് ഓഫീസിൽ ഓൺ ഡ്യൂട്ടിയിൽ. പക്ഷെ ആ വില്ലനെ അല്ല നമ്മൾ ഈ സമയത്ത് ഈ സ്ഥലത്ത് വരുമ്പോൾ ആ വില്ലന്റെ ഒരു ചേഷ്ടകളും ഇല്ല. പൂക്കി വില്ലൻ, എക്സാക്ട്ലി. ഈ പൂക്കി വില്ലനെ പറ്റി പറഞ്ഞ ബ്രീഫ് എന്താ ആദ്യം? അല്ല, ഒന്നുമില്ല, ഇവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള, ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവന് ഭയങ്കര അറ്റൻഷൻ വേണം എപ്പോഴും. പിന്നെ അവനൊരു ഫൈൻ ബാലൻസ് ബിറ്റ്വീൻ കോമഡി ആൻഡ് ഈ പറഞ്ഞ കുറച്ച് ത്രെറ്റനിങ് അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മനുഷ്യനും കൂടെ ആണെന്നുള്ള ഒരു സാധനം വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബ്രീഫ്. പിന്നെ ഇതിൽ വലിയ റൂൾസ് ഒന്നുമില്ല, കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും ഇംപ്രൂവൈസ് ചെയ്യാം എന്നുള്ളൊരു സാധനം പറഞ്ഞായിരുന്നു. അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അതുവരെ മനസ്സിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, എവിടെ ലൈൻ വരയ്ക്കണം, എന്ത് വേണ്ട എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ഭയങ്കര ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു. അത് മനസ്സിൽ വെച്ചങ്ങ് ചെയ്തപ്പോൾ അവരും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. ഞാൻ ചോദിക്കട്ടെ, ഇതിനൊരു മീറ്റർ വേണമല്ലോ? അതായത് ഇദ്ദേഹം ഈ മീറ്ററിലാണ് സംസാരിക്കുന്നത്, ഈ മീറ്ററിലാണ് നോട്ടം, ഈ മീറ്ററിലാണ് നടത്തുന്നത്. ഈ മീറ്റർ പിടിക്കാൻ നിങ്ങൾ പാടുപെട്ടോ? അതായത് ആ മീറ്റർ എങ്ങനെ പിടിച്ചത്? ഇല്ല, അത് അങ്ങനെ പാടുപെട്ടില്ല. ഐ തിങ്ക് ഇറ്റ് വാസ് അബൌട്ട് ട്രയൽ ആൻഡ് എറർ. ആദ്യത്തെ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും എക്സാക്ട് നമുക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു താളം കിട്ടും. ഈ ഒരു മീറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ആ സുർ എന്ന് പറയുന്ന സാധനം കിട്ടും. അത് കിട്ടിയാൽ പിന്നെ അവിടെ നിന്ന് പിന്നെ സ്മൂത്താണ്. അപ്പോൾ ആദ്യത്തെ ഒരു 2 ദിവസം മാത്രം നമുക്ക് ഈ മറ്റേ ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. പക്ഷെ അതൊന്ന് സ്മൂത്തായാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ പടത്തിൻ്റെ മീറ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇതിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചാൽ അത് വർക്കാവില്ല. ഇതിപ്പോൾ ആ പടം കുറച്ച് കളർ പടം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അതേ സമയത്ത് ഇതിപ്പോൾ ഒരു റിയലിസ്റ്റിക് ഗ്രിറ്റി പടത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്താൽ അത് ചാടി നിൽക്കും.
ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൈയടിക്കേണ്ട ആള് പിന്നെ റോസമ്മ അല്ലേ? റോസമ്മയാണ് സിനിമ കൊണ്ടുവരുന്നത്. ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. റോസമ്മ ഹിറ്റാ. ഇപ്പൊ റോസമ്മ ക്യാരക്ടർ ഹിറ്റാ, റോസമ്മയുടെ പേര് ഹിറ്റാ. എനിക്ക് റോസമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്തായിരുന്നു അറിയോ? എല്ലാവരും റോസമ്മയുടെ തഗ്ഗിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ റോസമ്മയുടെ ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആ നോട്ടില്ലേ എൻ്റെ സാറേ, അത് കലക്കനായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാരും പറയാറുണ്ട് ഉണ്ടായിരുന്നു. ഈ തോന്നുന്നു റോസമ്മനെ കൂടെ ചെയ്യിപ്പിക്കാൻ ഏറ്റവും പാടുപെട്ട സീൻ അതായിരിക്കണം അല്ലേ? അടങ്ങി ഒതുങ്ങി ഇവളെ കൊണ്ട് ഒരു നോട്ടത്തില് അല്ലേ? നീ എങ്ങനെ അത് നോക്കിയേ? എങ്ങനെ നോക്കിയേ? അത് പറയുന്നില്ല, സീക്രട്ടാ അല്ലേ? അന്ന് ക്യാരക്ടറിലായിരുന്നല്ലേ, ഇപ്പൊ അത് വരില്ലല്ലേ? അത് പറ്റില്ല, ഇത് സിനിമ കഴിഞ്ഞില്ലേ? ഇതിപ്പോ ഫൈറ്റ്, അത് എല്ലാവരും എടുത്ത് പറയുന്ന കാര്യം, നിങ്ങളുടെ ഫൈറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേയധികം ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, നമ്മളിപ്പോൾ കാണുന്ന സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തോരം സമയം എടുത്തിട്ടുണ്ട്? എത്ര ദിവസം ഷൂട്ടിന്റെ ഫലമായി ഇപ്പം നമ്മൾ ഈ കാണുന്ന ഫൈറ്റ്? ഓരോരുത്തരുടെ ഫൈറ്റ് ആണ്, ഓരോരുത്തർക്ക് ഡിഫറെന്റ് ഞങ്ങളുടെ 3.5 ദിവസം അല്ലേ, 3 ദിവസം ഞങ്ങളുടെ ഫൈറ്റ്. ഞാൻ പറഞ്ഞ ആ ഫൈറ്റ് കൊറിയോഗ്രാഫി എത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പഠിക്കാൻ? ഡേവിഡ്സിന്റെയും ട്രെയിനിങ് സെഷൻ കൊണ്ട് ഉണ്ടായ ഗുണം വെച്ചാൽ അവർ പറഞ്ഞു വെച്ചാൽ ഇഞ്ചുറി ഉണ്ടാകും, ഇഞ്ചുറിയുടെ ആഘാതം കുറയ്ക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ട്രെയിനിങ് ആണ് കൂടുതൽ ചെയ്തേക്കുന്നത്. ഓൺ സ്പോട്ട് ട്രെയിനിങ്ങിന് അവരെന്ത് തന്നാലും നമുക്ക് അതിനെ എത്രത്തോളം പെട്ടെന്ന് പഠിക്കാൻ പറ്റും, എത്രത്തോളം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് മാത്രമാണ് നമുക്ക് ട്രെയിനിങ് കൊണ്ട് നമുക്ക് അവർ ഉദ്ദേശിച്ചിരുന്നത്. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് മൊത്തം കൊറിയോഗ്രാഫി പഠിച്ചെടുക്കാനുള്ള സമയം നമുക്കില്ല, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള പ്രിപ്പ് ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല. 2 മാസം ഉണ്ടായിരുന്നു, പക്ഷേ അത് തന്നെ ഇതിലേക്കുള്ള ഇതിന് ഈ ഇത്രയും പ്രോസസ് മാത്രമേ നമുക്ക് അച്ചീവ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആരും ഇത്രയും ട്രെയിൻഡ് അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ഫിസിക്കലി വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇത്രയും ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് ഇപ്പം നമുക്ക് അത്രയും സ്റ്റാമിന വേണം. ഇപ്പം നമുക്ക് രാവിലെ ഒരു 8:30 to night 9:30 വരെ നമ്മൾ ആ റിങ്ങിൻ്റെ ഉള്ളിൽ എനർജി ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ ട്രെയിനിങ് സെഷൻസ്, ഈ ശ്രാഞ്ചേട്ടനും ഡേവിസ് ചേട്ടൻ്റെയും ട്രെയിനിങ് സെഷൻസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കലൈ മാസ്റ്ററിൻ്റെ ടീമിൻ്റെ നമുക്ക് 1-2 ദിവസം ഒരു കൊറിയോ ചെയ്യാനുള്ളൊരു അവരുടെ ഇതായിട്ടൊന്ന് യൂസ് ആവാൻ വേണ്ടിയിട്ട് കിട്ടി. പക്ഷേ നമുക്ക് ഫൈറ്റ് കൊറിയോ വന്നത് പ്രോപ്പറായിട്ട് റിങ്ങിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ. കാരണം നമ്മൾ ട്രെയിൻ ചെയ്തപ്പോൾ ചില സീൻസൊക്കെ ഒരു കറക്കം അങ്ങനെ ഇതൊക്കെ ഉണ്ടായുള്ളൂ. പക്ഷെ റിങ് വന്നപ്പോൾ അത് 4ആയി 10ആയി ഓരോന്ന് മാറി മാറിയൊക്കെ വന്നു. ഈ ആളുടെ മേലെ കയറി ഇരിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ താങ്കളുടെ എസ്പെഷ്യലി, അതൊക്കെ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ കയറി വന്ന് പഠിച്ച സാധനങ്ങളാണ്. പക്ഷേ അതാണ് കലൈ മാസ്റ്ററിന്റെ പ്രോസസ്സ്. പുള്ളിക്കാരും എൻവയൺമെന്റ് കാണണം, അവിടുത്തെ എനർജി ഫീൽ ചെയ്യണം, അവിടുത്തെ റിങ്ങും പ്രൊഡക്ഷൻ സെറ്റ് എല്ലാം കണ്ടിട്ടേ പുള്ളിക്ക് ഒരു ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ മാർക്കോയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും പുള്ളി അങ്ങനെയാണ് ഓൺ ദ സ്പോട്ട് വന്നിട്ട് കൊറിയോഗ്രാഫി ചെയ്യും. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്, ഈ ട്രെയിനിങ്ങിന് സമയത്ത് നമ്മളെല്ലാം സ്റ്റോക്കിൽ വെക്കും, എല്ലാം നമ്മുടെ മൂവ്സ് മസിൽ മെമ്മറി ഡെവലപ്പ് ചെയ്യും. പിന്നെ അവസാനം ഈ കൊറിയോ കാണിച്ചു തരുമ്പോൾ നമ്മൾ റെഡിയാണ് ആ സമയത്ത്, ബോഡി ഓക്കെ ആണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടീം ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മാസ്റ്ററിന്റെ ടീം മൊത്തം നമ്മൾ ഭയങ്കരമായിട്ട് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് അവർ കാണിച്ചു തരും. നമുക്ക് കൊറിയോ ഓരോ തവണ കാണിച്ചു തരും. എന്തുണ്ടെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചാലും അവർ എത്ര തവണ വേണമെങ്കിലും കാണിച്ചു തരും. നമ്മൾക്ക് അവരുടെ കൂടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആർട്ടിസ്റ്റിന്റെ കൂടെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ? അതായത് ഇപ്പോൾ കരാട്ടെ പോലത്തെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? അങ്ങനെയുണ്ട്. ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യായിരുന്നു, പിന്നെ മൈം ചെയ്യുമായിരുന്നു. ഞാൻ നാഷണൽസ് വരെയൊക്കെ മൈം പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആശാൻ ഇതിന് വേണ്ടിയിട്ട് റോൾസ്, ഫ്ലിപ്പ്, കാർട്ട് വീൽ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് അങ്ങനെ ട്രെയിനിങ് മൈമിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, ഈ കുറച്ച് മാത്രം. പക്ഷേ പിന്നെ ഫുൾ ഫൈറ്റിലേക്ക് വന്നപ്പോൾ ഇവിടെ നമുക്ക് ഈ ട്രെയിനിങ് തന്നത് തന്നെയാണ് അതുകൂടി ബെറ്റർ ആയത്. ആൻഡ് ഭസ്മാസുരൻ, നിങ്ങൾ ഹിറ്റാ. ഇത് നിങ്ങളുടെ പേര് എനിക്ക് തോന്നുന്നുള്ള ആൾക്കാർ ഓർത്തിരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ഈ പേരിലായിരിക്കും പിന്നീട് പിൽക്കാലത്ത് കൂടുതൽ അറിയപ്പെടാൻ പോകുന്നത്. എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ ഭസ്മം എടുക്കുന്നത്? ഇതൊക്കെ റോങ് അല്ലേ? നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റിയുള്ള ഇൻട്രോ പറഞ്ഞപ്പോഴേ മനസ്സിലായിരുന്നു, അതായത് ഇവിടെയാണ് ഈ ക്യാരക്ടർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചിരി കൊണ്ടുപോകാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇങ്ങനെ ഒരു ഇതായിരിക്കും ഒരു ഔട്ട്പുട്ട് എന്നുള്ള കാര്യം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ. കാരണം ഇതിനകത്ത് നമ്മൾ എല്ലാവർക്കും കോമഡി ചെയ്യാറുണ്ട്, എല്ലാവർക്കും സാധനം ചെയ്യാറുണ്ട്. ഈ ക്യാരക്ടറിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹീസ് ആൻ അണ്ടർഡോഗ്. ഈ കൂട്ടത്തിലെ ഏറ്റവും പാവത്താനും ഏറ്റവും അവൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ക്യാരക്ടറിനോട് എല്ലാവരും കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെയൊക്കെ റിലേറ്റ് ആ കോമഡി വർക്കാണെന്ന് ഇഷ്ടപ്പെടുന്നത് അവൻ്റെ ആ അവസ്ഥ കാരണം കൂടെയാണ്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഫാക്ടർ. പിന്നെ ഈ ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഈ പടത്തിന് വേണ്ടി അതിന് ജിമ്മിൽ പോയി കയറുന്നത്. എനിക്ക് ഇതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള പ്രോസസ്സ് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ക്യാരക്ടർ കിട്ടുമ്പോൾ എൻ്റെ ഫസ്റ്റ് തോട്ട് എന്ന് പറഞ്ഞാൽ ഇത് പറ്റുമോ, ഇത് എൻ്റെ കൂടെ നടക്കില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് റിയാക്ഷനും ഫസ്റ്റ് തോട്ടൊക്കെ. അപ്പോൾ ഈ അദ്വൈതും ബാക്കിയുള്ളവരും എന്തോ പറ്റും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു.
ആ വിശ്വാസത്തിൽ പിടിച്ച് ഞാനങ്ങ് പോയി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നു. ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് റിയൽ ലൈഫിൽ അല്ലേ? ഇപ്പൊ സംസാരത്തിലാണെങ്കിലും അല്ലേ, ഞാനിപ്പോ ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് ഈ ഇത്ര ഹ്യൂമർ എലമെന്റ് ഉള്ള ഈ ക്യാരക്ടർ ഇദ്ദേഹം ആപ്റ്റ് ആണെന്ന് എങ്ങനെയാ ഇവർ ഫിക്സ് ചെയ്തതെന്ന് എനിക്ക് ശ്യാമാണോ? ശ്യാമിന് ആ സെൻസ് ഓഫ് ഹ്യൂമർ മീൻസ് ആ കോമിക് ടൈം ഓൾറെഡി ഉള്ളതാണ്. ചെയ്യും ആള്. പിന്നെ നമ്മളവിടെ ലൈവായിട്ട് ആക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറേ ചിരിച്ചിട്ടുണ്ട് സ്ക്രീനിലല്ലാതെ തന്നെ. നമ്മൾ നേരിട്ട് സീൻസ് കാണുമ്പോൾ ചില സാധനങ്ങളൊക്കെ ആള് കയ്യിൽ നിന്നിട്ട് ഇടണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. കുറേ ഫണ്ണി സാധനങ്ങൾ ഉണ്ട്. അല്ല, റോഷൻ ഡയറക്ട് ചെയ്തൊരു നാടകമുണ്ട് ബൈ ബൈ ബൈപാസ്. അതിൽ ശ്യാം ചെയ്തൊരു ക്യാരക്ടർ ഉണ്ട്. അവിടെ തന്നെ ഞാനും അദ്വൈത്ത് കണ്ട ഒരു സാധനമാണ്. പുള്ളിക്ക് ആ സെൻസ് ഓഫ് ഹ്യൂമർ അല്ല, കോമിക് ടൈമിങ് പക്കയാണെന്ന്. അതിൽ ശ്യാം പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ ക്യാരക്ടറാണ്. ആ പ്ലേ കണ്ടിട്ടാണ് അദ്വൈത് ഇതിലേക്ക് വിളിക്കുന്നത്. അദ്വൈത് പറഞ്ഞാൽ ഈ ക്യാരക്ടറിന് ഒരു സൈഡ് ലൈക്ക് ഇന്നസെൻസ് ഉണ്ട്. ലൈക്ക് ആ ഒരു അത് റിലേറ്റ് ചെയ്യാൻ പറ്റി വിത്ത് ദ പ്ലേ. അപ്പൊ അതുകൊണ്ടാണ് എന്നെ ഇതിലേക്ക് വിളിച്ചത്. ഓഡിഷൻ ചെയ്തു. പക്ഷേ ഫിലിം ഫസ്റ്റ് ടൈമാ. പാട്ടും പാടുവോ? ഭയങ്കര പാട്ട് തന്നെയാണ്. എഡിറ്റിംഗ്, ലിറിസിസ്റ്റ്. ഞങ്ങളുടെ ഈ സിനിമയിലെ പാട്ട് തന്നെ ആദ്യമായിട്ട് ഒരു വേദിയിൽ പാടിയത് അത് എട്ടാലെ പാളിപ്പോയി. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ഇപ്പൊ മാരുവിലി ഗോപുരങ്ങളൊക്കെ ഇദ്ദേഹമാണ് ചെയ്തത്. ബൂസ്റ്റ് ചെയ്തോ? ഉണ്ടായിരുന്നോ? മാരുവിലും ഗോപുരങ്ങൾ. അതിനുശേഷം തിയേറ്റർ എന്നൊരു മൂവി ഉണ്ടായിരുന്നു റീമാ കലിങ്ങളുടെ. അതിന് മുമ്പ് ജാനകി ജാനെ, ഈ 5 പടങ്ങൾ എൻ്റെ ഇൻഡിപെൻഡന്റ് പടങ്ങൾ. ഓക്കെ. അതിന് മുമ്പ് അല്ലാതെ സുദീപ് എലമെന്റ് ഈ പടത്തിൽ സുദീപ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുദീപിന്റെ അസോസിയേറ്റ് ആയിട്ട് സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് ഞാൻ കുറേ പടങ്ങൾ, അവൻ്റെ എല്ലാം മിക്ക പടങ്ങളും ഞാനുണ്ട്. ഓക്കെ. ഈ റോസമ്മയുടെ ക്യാരക്ടർ കാണുമ്പോഴേ ഇദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് ക്യാരക്ടർ കണ്ടിട്ടാണോ എഴുതിയെന്ന് നമുക്ക് തോന്നിപ്പോകുമല്ലോ. അങ്ങനെ അത്രയും ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള അവള് റിയൽ ലൈഫിൽ ഔട്ട് സ്പോക്കൺ. അപ്പൊ എങ്ങനെയാ ഇവളെ ഫിക്സ് ചെയ്ത് ഈ ക്യാരക്ടർ ഇവളെ കിട്ടിയതിന് ശേഷം ക്രിയേറ്റ് ചെയ്തെടുത്തതാണോ? അല്ല, സ്ക്രിപ്റ്റിലും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും പിള്ളേരാണ്. റോസാണ് ആ റൂമിൽ റോസ് ആയിരിക്കണം ഒരു അഡൾട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ വേദികയുടെ ഓഡിഷന് വന്നപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഒരുപാട് പിള്ളേരെ ഓഡിഷൻസ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിന് ഒരു സെൻസ് ഓഫ് മെച്യൂരിറ്റി വേണം, പക്ഷേ അതേപോലെ ഒരു ക്യൂട്ട്നെസ് വേണം. അപ്പോൾ ഇവളുടെ ഒരു വീഡിയോ ആദ്യം തന്നെ കണ്ടപ്പോൾ, പിന്നെ നേരിട്ട് കണ്ടപ്പോൾ വേറെ ലെവലായി മാറി. പിന്നെ ഞാനും അദ്ദേഹത്തും ഷിഹാൻ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവളുടെ സാധനം കണ്ടപ്പോൾ. നല്ല അടുക്കും ഒതുക്കും എളിമയൊക്കെ ഉള്ള ഒരു കുട്ടിയാണല്ലോ. പിന്നെ ഈ വൈഷ്ണവിന്റെ എത്ര ഹൈറ്റ് ഉള്ള? 6'5". വൈഷ്ണവിന്റെ ഇടയ്ക്കല്ലേ, വൈഷ്ണവിന്റെ കാലൊടിഞ്ഞത് കാലൊടിഞ്ഞ് വെച്ചിട്ട് പിന്നെ എങ്ങനെയാ അപ്പൊ കണ്ടിന്യൂ ചെയ്ത് സെറ്റ്? ഒരു സെക്കൻഡ് ഷെഡ്യൂളിന്റെ ലാസ്റ്റ് ഷോട്ട് എടുത്തപ്പോഴാണ് കാലൊടിഞ്ഞത്. അപ്പൊ തന്നെ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ടു. അത് കഴിഞ്ഞ് 10 ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു. 10 ദിവസം ഞാൻ പ്ലാസ്റ്റർ ഇട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഷെഡ്യൂൾ തുടങ്ങി. അപ്പൊ തന്നെ വേഗം ഡോക്ടറെ പോയി കണ്ട് ഞാൻ പറഞ്ഞ് അവരെനിക്ക് ജസ്റ്റ് സപ്പോർട്ട് ബാൻഡേജ് ഒക്കെ ചുറ്റി തന്നു. പറഞ്ഞു തട്ടോ മുട്ടോ അങ്ങനെ അധികം ഒന്നും വരരുത്, ഒന്നും പറ്റരുതെന്ന് പറഞ്ഞു. പറ്റിക്കഴിഞ്ഞാൽ പണി കിട്ടും. ഒരു റിസ്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവസാനത്തെ ദിവസം അധികം തട്ടാതെ മുട്ടാതെ സേഫ് ആയിട്ട് നിന്നിട്ടാണോ അഭിനയിച്ചത്? സേഫ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇവര് എനിക്ക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് തന്നു. പക്ഷെ ക്രൗഡിന്റെ ഇടയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നെ. ഫൈറ്റ് ചെയ്യണം അവിടെ നിന്ന്, ക്രൗഡിന്റെ ഇടയിൽ നിന്ന്. പക്ഷെ എല്ലാവരും നന്നായി സൂക്ഷിച്ചുകൊണ്ട് ഇവന് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടായിരുന്നു. മീൻസ് നമ്പർ 1 ക്ലാസ് റാങ്ക്, ഈ റാങ്കിൽ പുള്ളിയാണ് നമ്പർ 1 ട്രെയിനിങ്ങിന്റെ സമയത്ത്. പിന്നെ ഇവന്റെ ഫൈറ്റൊക്കെ കിഡിലായിട്ട് ചെയ്ത് ഒന്നും പറ്റിയില്ല, ഒരു ഇഞ്ചറിയും പറ്റിയില്ല. ക്രൗഡിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഫ്രാക്ചർ പറ്റിയത്. അത് ഒരു കാര്യം ഉണ്ടായില്ല. ഒരു പുള്ളിക്കാരൻ പെട്ടെന്ന് ഫൈറ്റ്, ഞാൻ ഓടാൻ പോവായിരുന്നു ഇങ്ങനെ റഷ്ടിൽ നിൽക്കുക. അപ്പൊ പുള്ളിക്കാരൻ എന്തോ എവിടെ തട്ടി തറഞ്ഞ് നേരെ എന്റെ കാൽമേക്ക് വീണു. പുള്ളിക്കും കൺട്രോൾ ഇല്ല. എന്റെ കാല് ഇദ്ദേഹം വീഴുന്ന സീനൊക്കെ ഇല്ല, അതായത് മണ്ണിലേക്ക് വീഴുന്ന വലിച്ചെറിയുന്ന സീനൊക്കെ, അതിലൊന്നും കാര്യങ്ങളൊന്നും അംഗഭംഗങ്ങൾക്കൊന്നും പറ്റിയൊന്നുമില്ല. ഇല്ല, വീഴ്ചയിലൊന്നല്ല. റിങ്ങില് ഞാനും കാർമനും തമ്മിൽ ഫൈറ്റിലുള്ളപ്പോൾ ഇവിടെ ഇങ്ങനെ എൻ്റെ ഇവിടെ കൂടെ ഓടി വന്നിട്ട് ഞാൻ ഇങ്ങനെ പൊക്കി 4 വട്ടം കറക്കിയിട്ട് താഴ്ത്ത് എന്നെ ഇടുന്ന സീനുണ്ട്. അതിലാണ് ഒരു പരിക്ക് പറ്റിയത്. അത് ലൈക്ക് കാർമൻ വീഴാൻ പോയപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ചാണ്. കാരണം കറക്റ്റ് മുട്ടുകാലായിട്ട് എന്റെ മേത്ത് ടാറ്റ് വീഴാതിരിക്കാൻ വേണ്ടിട്ട് എന്നെ ഒന്ന് പുഷ് ചെയ്തു ഇങ്ങോട്ട്. പക്ഷെ ഞാൻ ചെന്ന് ടാറ്റിന്റെ മേത്ത് വീണു. അപ്പൊ എന്റെ മുട്ട് ചെന്നിട്ട് കാലം ഏടിച്ചു. അങ്ങനത്തെ ഒരു നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഇത്രയും വലിയൊരു
കാല് ബലൂൺ പോലെ ബലൂൺ പോലെ കൊടുത്തു. അത് കുറച്ച് അതും നമ്മൾ ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ അല്ലേ, റിംഗിൽ കയറിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഫൈറ്റില്. കാരണം നമുക്ക് ട്രെയിനിങ് സമയത്ത് ഒരു തവണ നമ്മൾ കറങ്ങി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ റിംഗിൽ കയറി കഴിഞ്ഞപ്പോൾ മാസ്റ്റർ പറഞ്ഞു 4 തവണ ഇങ്ങനെ ഓടി വന്ന് പിടിച്ചിട്ട് 4 തവണ ഇങ്ങനെ കറങ്ങണമെന്ന്. അപ്പം നമുക്ക് ഒട്ടും ഒരു ഐഡിയ ഇല്ല. പക്ഷെ റിങ് ഇങ്ങനെ അപ്പോൾ ഭയങ്കര ഒരു ലൈക്ക് ആ ഒരു സമയത്ത് നമുക്കൊരു ബാലൻസ് കിട്ടില്ല. പിന്നെ ടയേർഡായി തുടങ്ങി ബോഡി പെട്ടെന്ന്. ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഡേ ആയിരുന്നു, അപ്പോൾ പെട്ടെന്ന് വീണപ്പോൾ ഇച്ചിരി പെട്ടെന്ന് ഇങ്ങനെ. മാസ്റ്റർ പെർഫെക്ഷൻ്റെ ആളാണ്. മാസ്റ്ററിന് എല്ലാ ഷോട്ടും പെർഫെക്റ്റ് ആയിരിക്കണം. അത് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അതുകൊണ്ട് കിട്ടുന്നവരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം മിനോന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മിനോനുള്ള ആ എനർജി ത്രൂ ഔട്ട് ഫുള്ള് കൊടുക്കേണ്ടത്, അതായത് ഇവർക്ക് വേണ്ട ബൂസ്റ്റിംഗ് എല്ലാം കൊടുക്കേണ്ടത് താങ്കളുടെ കയ്യിലായിരിക്കുന്ന ഒരു ചരട്. എന്താ ഈ ക്യാരക്ടർ ഇത്ര ഹൈയിൽ പെർഫോം ചെയ്യണം എന്നുള്ള സാധനം എന്തായാലും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തൊക്കെ സാധനങ്ങൾ ചെയ്തു? അല്ല, ഉറപ്പായിട്ടും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഉള്ളതല്ല, നാച്ചുറലി ഉള്ളതല്ല. കാരണം എനിക്ക് പറഞ്ഞത്തെ ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് അങ്ങനെ സംസാരിക്കുക, അങ്ങനത്തെ എല്ലാവരോടും മറ്റേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലത്തെ പരിപാടിയൊന്നും എനിക്കില്ല ശരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര പയ്യൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഈ പടത്തിലേക്ക് വന്ന സമയം മുതൽ എനിക്കറിയാൻ പാടില്ലാത്ത, എനിക്കൊരു തരത്തിലും എൻ്റെ നാച്ചുറലി ബോഡിയിൽ ഇല്ലാത്തൊരു സാധനമാണ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ ആണെങ്കിലും കുറേ കൂടെ ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ഉപയോഗിക്കുന്ന എനർജി തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതിലൊക്കെ ഇവർ ഭയങ്കര ഒരു റീസൺ ആട്ടോ. കാരണം ഇവരുടെ കൂടെ നിൽക്കുമ്പോഴേക്കും ഈ സാധനം പയ്യെ കൂടിക്കൊണ്ടിരിക്കും നമ്മുടെ എനർജി. അപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്. ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് അങ്ങനെ എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ റിങ്ങിലേക്ക് വരുമ്പോഴേക്കും അതിന് ചുറ്റുമുള്ള നിൽക്കുന്ന ആൾക്കാർ, പെർഫോം ചെയ്യുന്ന റെസ്ലേഴ്സ്, എന്നുവെച്ചാൽ ഈ മൊത്തം ക്രൂ നമ്മളവിടെ ഒരു എന്താ പറയുക, ഈ നമ്മൾ സിനിമയിൽ കാണുന്ന ആ ഒരു റിങ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 10 ഇരട്ടി എന്താ പറയുക വൈബിലാണ് നമ്മൾ അവിടെ ആക്ച്വലി പെർഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന സമയത്തുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ട് ഇതിനകത്ത് നിൽക്കുമ്പോൾ, റെസ്ലേഴ്സ് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ചുമ്മാ ഒന്ന് അനൗൺസ് ചെയ്യാൻ പറ്റില്ല, ഇവരിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ഞാൻ ഈ ഡയലോഗ്സ് പറയുമ്പോഴാണെങ്കിലും ഈ ഇവിടെ ചുറ്റും നിൽക്കുന്ന 300-400 പേരും അതിനോട് റിയാക്ട് ചെയ്യുന്നത് ഭീകരോ. കാരണം അവരുടെ ഈ റിയാക്ഷനും കൂടെ വരുമ്പോഴേക്കും നമ്മുടെ അടുത്ത ഡയലോഗ് അതിനേക്കാൾ അടിപൊളിയാവും. സോ അവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് നൈസ് ഡ്യൂഡ്. ഇതുപോലെ നിങ്ങളുടെ ഷർട്ട് അഴിച്ചപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് എത്രമാത്രം പിന്നെയും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. സ്പെഷ്യലി ഇപ്പോൾ ഇഷാനെ ആണെങ്കിലും വിശാഖിൻ്റെ ഒക്കെ ഷർട്ട് എടുക്കുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ തിയേറ്ററിൽ ഭയങ്കര കൈയടിയായിരുന്നു. അതായത് നിങ്ങൾ അത്രയും ഇതിന് പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന് എത്ര നാളെടുത്ത് നമ്മളിപ്പോൾ ഈ സിനിമയിൽ കാണുന്ന പോലെ ട്രാൻസ്ഫോർമേഷന് വരാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഹാർഡ് വർക്ക്? ഒരു 6-8 മാസം തന്നെ എടുത്തു. ഡ്യൂറിങ് ഷൂട്ട് തന്നെ നമ്മൾ ഇപ്പോൾ എത്ര ടയർഡാണെങ്കിലും ജിമ്മിൽ പോവുക, ഡയറ്റ് പിടിക്കുക, അതിപ്പോൾ നമ്മളെല്ലാവരും അത് ചെയ്യുമായിരുന്നു. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്യാരക്ടറിന് വേണ്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു, കൂടെ ഡേവിസിൻ്റെയും ഷാവൻ്റെയും ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ വന്നപ്പോഴാണ് ആ ഒരു ഫിസിക്കിലേക്ക് എത്താൻ പറ്റിയത്. പക്ഷേ ഇത് എളുപ്പമല്ലേ, ഇത് എല്ലാ പടത്തിനും ചെയ്യുക എന്നുള്ളത് കുറച്ച് ഇതാണ്. കാരണം അത് ഇപ്പോൾ ഒരു പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും ഹെൽത്ത് നിന്ന് മാറി ഇത് വേറെ എസ്തെറ്റിക്കിലേക്ക് ആവും. ഇപ്പോൾ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞല്ല. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ മറ്റേ ഈ അരി വിഭവങ്ങൾ, ബ്രെഡ്, കാർബ്സ് ബേസിക്കലി എല്ലാം കട്ട് ചെയ്ത് നമ്മൾ വെള്ളവും പോലും, വാട്ടർ ഇൻടേക്ക് പോലും ഒരു പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും മിഷാന് ഒരു പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും ഡീഹൈഡ്രേഷൻ ചെറുതായിട്ട് വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഹെൽത്തി. പക്ഷേ ഇങ്ങനത്തെ ഒരു പടത്തിന് ആ ഒരു ഷോട്ടിന് വേണ്ടി നമ്മൾ അങ്ങനെ കുറച്ച് മെഷേഴ്സ് എടുക്കേണ്ടി വന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഷോട്ടിന് മുന്നേ അപ്പോൾ 5-6 പുഷപ്പ് ഒക്കെ എടുത്ത് 5-6 റൗണ്ട് ഫൈറ്റിന് മുമ്പ് റോഷൻ അന്നത്തെ ദിവസം എടുത്ത് 500 and something പുഷപ്സ്. ഓരോ ഷോട്ടിനടയ്ക്കുമ്പോൾ 10-15 ഇട്ടുകൊണ്ടിരിക്കും. കാരണം ആ ഒരു കിട്ടാൻ വേണ്ടിയിട്ട് അദ്വൈതേട്ടന് പറയും കുഴപ്പമില്ല, പക്ഷെ ഇവർക്ക് പേഴ്സണലി ഒരു സാധനം ഉണ്ടല്ലോ. ഇഷാന്റെ ഒക്കെ വിശാഖ് പറഞ്ഞ പോലെ നമ്മൾ 6-8 മാസം ഈ ഒരു ഷോട്ടിന് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിനിമയിൽ കാണുന്ന ഒരു ബെസ്റ്റ് ടേക്ക് ആയിരിക്കും, പക്ഷെ അതിന് മുമ്പ് ഒരു കാണാത്ത വർക്കാവാത്തൊരു 19-20 ടേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ടേക്കിനും നമ്മൾ 100% കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുഷപ്പോ എന്തെങ്കിലും ബോട്ടക്കട്ടോ എന്തെങ്കിലും മീൻസ് ഇറ്റ്സ് സിനിമാസ് ഫോർ എവർ. ഈ ഒരു സിനിമ നമ്മളിനി ഞാൻ പോയി കഴിഞ്ഞിട്ടും ഈ സിനിമ ഉണ്ടാവും.
അപ്പോൾ നമ്മൾ 100% എഫേർട്ട് കൊടുക്കും. ഈ പാക്കപ്പ് കഴിഞ്ഞിട്ട് നേരെ പോയത് 2 ബിരിയാണി പോയി കഴിക്കാനാണ്. എല്ലാവരും ഓരോ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഒരു പൊറോട്ട ബീഫോ അച്ചേട്ടൻ ലൈക്ക് ഒരു കാരവനിലേക്ക് വരുത്തിക്കും പൊറോട്ടയും ബീഫും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളത് കഴിയുമ്പോൾ അവിടെ പോയി അടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകും. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോന്ന് ബിരിയാണി കാര്യങ്ങൾ ഇപ്പോൾ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ആ സൈഡിലായതുകൊണ്ട് ആള് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ അറിയാം ആൾക്ക്, കറക്റ്റ് സ്പോട്ടുകൾ ബിരിയാണി സ്പോട്ടുകളും അതും ഇതൊക്കെ അവിടെ നിന്ന് അച്ചേട്ടൻ വരുത്തിക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒട്ടിരുന്ന് കഴിക്കും. ഭയങ്കര ഹാപ്പി. ഹീ സോ സ്വീറ്റ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഗ്യാങ്ങിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാനുള്ള റൗണ്ടിലേക്ക് പോവാണ്. ഞാൻ പറയുന്നത് ഇതിൽ ആരാണെന്നുള്ളത് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, പഠിപ്പിസ്റ്റാർ, അതായത് ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആക്കണം, എല്ലാ ഡയലോഗ്സും തലേ ദിവസം തന്നെ പഠിച്ച് വന്ന് കറക്റ്റ് ടൈമിൽ വരുന്ന ആരാ പഠിപ്പിസ്റ്റ് എന്ന് പറയാൻ? അതല്ല, ഫൈറ്റില് ട്രെയിനിങ് സമയത്ത് വൈഷ്ണവായിരുന്നു. അവൻ നേരത്തെ കറക്റ്റ് ഇപ്പോൾ വാമപ്പ് സെഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ഓർഡറിൽ അവന് കൃത്യമായിട്ട് അറിയാം. അവനെ നോക്കിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ട്രെയിനിങ് സമയത്തൊക്കെ ഭയങ്കര അത് ഇവരാക്കിയെടുത്തതാണ്. സ്ക്രിപ്റ്റില് ഇവിടെ ഒരാളുണ്ട്, സ്ക്രിപ്റ്റ് മൊത്തം വായിച്ച് പഠിച്ച് എഴുതി അവിടെ മറ്റുള്ളവരുടെ ഡയലോഗിന്റെ ഇടയ്ക്ക് ഇവന് ഡയലോഗ് എഴുതാൻ പറ്റുമെങ്കിൽ അവിടെയും എഴുതി വെച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റണത്. അല്ലെങ്കിൽ ലൈക്ക് അനുവേടം പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾക്ക് ഈ സീനിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു വെച്ച് മൊത്തം സ്ക്രിപ്റ്റ് എഴുതി പഠിച്ച് വായിച്ച് അവിടെ എന്തൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും അതൊക്കെ എഴുതി വെച്ച് കുറെ സാധനങ്ങൾ കയ്യിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് പഠിപ്പിച്ചിട്ട് വേറെ രീതിയിൽ ഒരു പഠിപ്പിച്ചിട്ട് ഒന്നും അറിയാതെ പോലെ വരും. പിന്നെ വേറൊരു പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് സീന് കറക്റ്റ് ഇംപ്രൂവൈസേഷൻ സാധനങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യും. പിന്നെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ സിനിമയിൽ. അവരുടെ ലാംഗ്വേജും പഠിച്ച് സ്റ്റുഡിയോസ് ആയിരുന്നില്ലേ പഠിക്കുന്ന സമയത്തില്ലേ? നമുക്ക് ഓരോ ടേക്ക് ഫ്രഷ് ടേക്കാ. നമുക്ക് വിശാഖന്റെ ഷോർട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഓരോ സാധനം പുതിയ സാധനം വരും. നമുക്ക് പൊളി, എല്ലാം പൊളി സാധനമാണ്. വിളിച്ചാലും ഒരെണ്ണത്തിലിട്ടതായിരിക്കില്ല അടുത്തതിലിടാം. വേറെ വേറെ സാധനങ്ങളായിരിക്കും വരുന്നുണ്ടാവും. ഒരു ദിവസം നമുക്ക് 2 വിശാഖനെ കാണാൻ പറ്റും. അതായത് രാവിലെ ചുട്ട് വൈകുന്നേരം വരെ നമ്മൾ ചെറിയാനെ മാത്രമേ കാണുള്ളൂ. ആ സമയത്ത് പോയിട്ട് നമ്മളിങ്ങനെ ചിരിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലും നമുക്ക് ചെറിയാൻ്റെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ആ ഒരു മോഡുലേഷന് സാധനം കിട്ടുള്ളൂ. എല്ലാം മാറി പോകാൻ നേരത്തുള്ള നമ്മ റിങ്ങിന്റെ സൈഡിൽ നിന്നൊക്കെ ഒരു വിശാഖായിട്ട് നോക്കിട്ട് ഇങ്ങനെ ചിരിക്കണായിരിക്കും. പുള്ളി ക്യാരക്ടറിലേക്കാണ് വിശാഖൻ നോക്കിട്ട് ഇങ്ങനെ അടിക്കല്ലോ വെറുതെ ഇങ്ങനെ അടിക്കുമ്പോ മറ്റേ അപ്പൊ തന്നെ ചെറിയാനാവോ. പ്രയാസമല്ല, പക്ഷെ അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ത്രില്ലാണ്. കാരണം നമ്മൾ രാവിലെ കോസ്റ്റ്യൂം ഇട്ടിട്ട് അവൻ്റെ ഒരു നിപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടറും എന്തെങ്കിലും ഒരു സാധനം അത് കിട്ടിയാൽ പിന്നെ അത് മാക്സിമം പിടിക്കുക എന്നുള്ള ഒരു സാധനം എനിക്ക് പേഴ്സണലി അതൊരു ട്രിപ്പാണ്. കോസ്റ്റ്യൂമിൽ കയറിയാൽ തന്നെ വേറൊരു മൂഡ് നടക്കുള്ളൂ. പിന്നെ അവിടെ വിശാഖിന് ഓരോ ക്യാരക്ടറിന് ഓരോ പെർഫ്യൂം വരെ യൂസ് ചെയ്യും. അങ്ങനെയുണ്ട് അല്ലേ? ടൊവിനോ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ടൊവിനോ ഓരോ കഥാപാത്രത്തിന് കയറുമ്പോഴും ഓരോ പെർഫ്യൂം അടിക്കും. അത്ര താങ്കൾ അത് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്? പെർഫ്യൂം പിന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കും. അത് നിഷാനും പറഞ്ഞൊരു കാര്യമാണ്. ആ ക്യാരക്ടർ കേൾക്കുന്ന ടൈപ്പ് പാട്ടുകൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കും. ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യും ബേസിക്കലി. അതാണ് ഇതിലെന്തൊക്കെ വർക്കാവുന്നു നമ്മുടെ മാക്സിമം പ്രെപ്പ് ചെയ്ത്. നല്ല കാര്യം. ഇനി സംശയരോഗിയായിരുന്നു നിങ്ങളുടെ സെറ്റിൽ, അതായത് എല്ലാത്തിനും ഡൗട്ട് ആയിരിക്കും അയാൾക്ക്, അങ്ങനെ ഒരാളുണ്ടോ? അത് ഭയങ്കര ഒബ്സർവർ ആണ്. സംശയരോഗി എന്ന് പറയാൻ പറ്റില്ല. വൈഷ്ണവ് അവന് എല്ലാത്തിനും പെട്ടെന്ന് ഡൗട്ടുകളും വരും. അവന് ഭയങ്കര ഒബ്സർവേഷനും കുറച്ച് കൂടുതലാണ്. വൈഷ്ണവ് തന്നെ. കൗണ്ടർ കിങ് ആരതില്? പിന്നെ അച്ചേട്ടനും പെർഫെക്ഷനിസ്റ്റ് ആരാ? അതായത് എത്ര ഡയറക്ടർ ഓക്കെ പറഞ്ഞാലോ, അതായത് ഇല്ലില്ല ഇനി നന്നാക്കണേ. എല്ലാവർക്കും ആ ഒരു സാധനമുണ്ട്. പക്ഷെ ഡാറ്റുവിന്റെ അടുത്തുണ്ടല്ലോ, നമ്മളിപ്പോ ഡാറ്റു അടിപൊളിയായിരുന്നു, കിഡിലനായിരുന്നു. ഇപ്പൊ ഡാറ്റു ഏറ്റവും കൂടുതൽ ഷാമിനാണ് ഈ ഒരു സാധനം. ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ടും പിറ്റേ ദിവസം പുള്ളി പറയും ആ മറ്റേ സാധനം ഒന്ന് റീടേക്ക് എടുക്കാൻ എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടാ സാധനം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സിനിമ ഇപ്പോൾ ഇഷാന് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും. ഈ സിനിമ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ വാൾട്ടറിന്റെ ക്യാരക്ടറായിട്ട് നിങ്ങൾ ആദ്യമേ അപ്രോച്ച് ചെയ്ത് മമ്മൂക്കനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി ഉണ്ടായിരുന്നോ? നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂക്കായിരുന്നു വാൾട്ടറിന്റെ ക്യാരക്ടർ. കാരണം അങ്ങനത്തെ ഒരു
ഈ സ്റ്റാർ വാല്യൂഡ് മാത്രമല്ല, നമ്മൾ ബിൽഡ് ചെയ്തൊരു ക്യാരക്ടർ മമ്മൂക്ക പോലത്തെ ഒരു ആക്ടറിന് ആവശ്യമുണ്ട്. കാരണം മമ്മൂക്കയുടെ ഒരു കൊച്ചി കണക്ഷനും പിന്നെ മമ്മൂക്കയുടെ ഒരു സ്റ്റാച്ചറും ആ ഒരു മൂമെന്റ് വരുമ്പോൾ ഇത്രയും ഈ ഫുൾ സിനിമ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് വാൾട്ടറിന്റെ പിള്ളേർ. അങ്ങനെയൊക്കെ മമ്മൂക്കയുടെ ഒരു ആസ് എൻ ആക്ടർ വി നീഡഡ് സംബഡി ലൈക്ക് ഹിം. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം നമുക്കായിരുന്നു. പ്ലാൻ ബി പ്ലാൻ സി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പ്ലാൻ എ ബി സി നമുക്കായിരുന്നു, ഡി ഇ എഫ് ഒക്കെ മമ്മൂക്കിനോട് ആദ്യമായിട്ട് ഈ ക്യാരക്ടർ ബ്രീഫ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? ആദ്യം കഥ കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആക്ച്വലി ഈ ചത്താപ്പച്ച ടൈറ്റിലില്ലേ, ആർക്കും ഫസ്റ്റ് കേൾക്കുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആർക്കും മനസ്സിലായില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ മമ്മൂക്കാനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാണ് ഫസ്റ്റ് ഈ സാധനം ക്ലിക്കായത്. കാരണം പണ്ട് കൊച്ചിയിൽ പഠിക്കുന്ന സമയത്ത് മഹാരാജാസിൽ പഠിക്കുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്തൊരു വാക്കാണ് ചത്താപ്പച്ച. അപ്പോൾ നമുക്ക് മാക്സിമം റിലേറ്റ് ചെയ്യാൻ പറ്റി ഇങ്ങനത്തെ സ്റ്റോറി, ഇങ്ങനത്തെ ഒരു കഥാപാത്രം. അപ്പോൾ അവിടെ തൊട്ട് പിന്നെ ഫുൾ പോസിറ്റീവ് ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ പടക്കളം സിനിമയിൽ വിമർശിച്ച അതേ ആൾക്കാർ തന്നെ ഇപ്പോൾ നമ്മളുടെ ഫൈറ്റിനൊക്കെ തിയേറ്ററിൽ കൈയടി വരിക, നമ്മളുടെ ക്യാരക്ടറിന് ഇപ്പോൾ കൈയടി കിട്ടുന്ന സമയത്തുള്ളൊരു ഹൈ എന്താ? ഇതുവരെ ചെയ്ത സിനിമയിൽ മീൻസ് മാർക്കവും പടക്കളം എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. അടി ഇഷ്ടംപോലെ കിട്ടി, ആസിഡിലേക്ക് മുക്കി. പക്ഷെ ഇവിടെയാണ് തിരിച്ചു കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, വേറെയാണ്. പിന്നെ തിയേറ്ററിൽ കാണുമ്പോഴും മീൻസ് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു പോർട്രയൽ ഉണ്ടല്ലോ, അത് വേറെ ലെവൽ ഹൈ ആണ്. മീൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹീറോസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു മാസ് മൂവ്മെന്റ്സോ ചെറുതായിട്ട് ഇതൊക്കെ കിട്ടുമ്പോൾ സന്തോഷമുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം താങ്കളല്ലേ ഇമോഷണൽ ആയില്ലേ? ഇല്ലേ ഈ ക്യാരക്ടർ കണ്ടിട്ട്? കുറച്ച് കാലം കൂടെ കഴിഞ്ഞല്ലേ ഈ ക്യാരക്ടറിനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചെറിയ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എത്രമാത്രം കരിയറിനിൽ മുതൽക്കൂട്ടാവുമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്? അല്ല അതെനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ 10 വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു റിസപ്ഷൻ നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. പ്രോബ്ലി ഫസ്റ്റ് ഫിലിമിന് കിട്ടിയതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഭയങ്കര അത്യാവശ്യമായിരുന്നു അങ്ങനത്തെ ഒരു പോപ്പുലർ ആവുന്ന ഒരു ക്യാരക്ടർ. ഇതിൽ മറ്റൊരു കോമഡി എലിമെൻ്റ് ഉണ്ട്, ഒരു മാസ് എലിമെൻ്റ് ഉണ്ട്, ഒരു ഇമോഷണൽ എലിമെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒന്നും കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നോട്ട് ജസ്റ്റ് ദ ക്യാരക്ടർ, പടം ഹിറ്റായി, പടം ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ആണത്. അപ്പം അതുകൊണ്ട് ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫും ഫാമിലി അമ്മയൊക്കെ പൊട്ടിക്കരഞ്ഞു, കുറേ ഭയങ്കര ഇമോഷണലായി. ഞാൻ മാത്രമല്ല, എല്ലാവരും ഇവിടെ ഇമോഷണൽ. അന്ന് കരച്ചിലും കെട്ടിപ്പിടിച്ച് നമ്മൾ വൻ സീനായിരുന്നു. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ബ്രോ. ഐ മീൻ നമ്മളൊക്കെ എല്ലാവർക്കും ഇതിൽ വി ഹാവ് ടു പ്രൂവ് സംതിങ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൂടെയാണ് നമ്മൾ ഈ പടം ചെയ്തത് തന്നെ. 6-8 മാസം വേറെ ഒരു സിനിമ പിടിക്കാണ്ട് ഇതിൻ്റെ പുറകെ തന്നെ പോവാന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ദാറ്റ്സ് എ ബിഗ് റിസ്ക് അല്ലേ. അപ്പോൾ നമ്മുടെ എഗ്സ് എല്ലാം ഈ ഒരു ബാസ്ക്കറ്റിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങാനും വീണിരുന്നെങ്കിൽ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഇതായേനെ. ബട്ട് ലക്കിലി ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു അത്, ദാറ്റ് എവറിത്തിങ് വെന്റ് വെൽ. ഇനിയിപ്പോൾ നിങ്ങൾക്കറിയായിരുന്നു, അതായത് ക്ലൈമാക്സിൽ വരാൻ പോകുന്നത് മമ്മൂക്കയാണ്, വാൾട്ടർ ആയിട്ട് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഇൻഫോംഡ് ആയിരുന്നോ? ഡൗട്ട് ഉണ്ട്, ഒരു ബിഗ് ഗായ് ആണെന്ന് നമുക്കറിയാം. കൺഫർമേഷൻ ഒക്കെ വരുന്ന ഷൂട്ട് തുടങ്ങി കുറെ കഴിഞ്ഞിട്ട് ശേഷമാണ് ഷൂട്ടൊക്കെ ഒരു അത് കൺഫേം ആയ അന്ന് തന്നെ നമ്മൾ പേഴ്സണലി നമ്മുടെ പടം ലൈക്ക് മമ്മൂക്കെ പോലുള്ള ഒരാൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു, നമ്മുടെ പടത്തിൻ്റെ പാർട്ടാവാൻ ഡിസൈഡ് ചെയ്യുന്നു വരുമ്പോൾ തന്നെ നമ്മൾ ഒരു സക്സസ് ആയി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തിയേറ്ററിൽ ബാക്കി സക്സസ്സൊക്കെ നമുക്കൊരു സെക്കൻഡ് പരിപാടിയാണ്. സോ നമ്മുടെ പടത്തിന് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. അതെ അതെ. ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴേ എല്ലാവർക്കും പല പല ഫേവറേറ്റ് സീൻസ് ഉണ്ടായിരിക്കും. എനിക്ക് ബേസിക്കലി ഇദ്ദേഹത്തിൻ്റെ ഫൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയാൻ്റെ അത് എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ സീനുകൾ ഉണ്ടായിരിക്കും. ഈ സിനിമയിലെ ഇന്ന ഷോട്ട് അല്ലെങ്കിൽ ഇന്ന സീൻ ഭയങ്കര വർക്കായി എന്നുള്ള, അങ്ങനെ ഓരോരുത്തരോടും ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാ പറയാം? ലേഡീസ് ഫസ്റ്റ്, താങ്കൾ സ്റ്റാർട്ട് ചെയ്തോ. എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് 5 സ്റ്റാർ റേറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാ. പിന്നെ 619 ആണ് കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നത്. വിത്ത് ദാറ്റ് അത് നമ്മുടെ മലയാളികളുടെ 619. അതും കുറേ ലൈക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമായി. 30 ടേക്ക് പോയ ഷോട്ട് ചെയ്തായിരുന്നു. മിനോന്റെ ഫേവറേറ്റ് ഷോട്ട് അല്ലെങ്കിൽ സീൻ ഏതായിരുന്നു? എനിക്ക് കുറേ ഉണ്ട് കേട്ടോ. ഇവരുടെ ഫൈറ്റിനുള്ള ഇൻട്രോ, പിന്നെ ലിറ്റിൽ വരുന്നതിന് മുമ്പുള്ള ഒരു പാട്ട് റാഫി സാറും അങ്ങനെയൊക്കെ, അതെനിക്ക് ഭയങ്കര ഓർമ്മയിൽ ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ലിഫ്റ്റിൽ വരുന്നത്. ഇനി താങ്കളുടെ ഈ പറഞ്ഞ പോലെ ആ പെർട്ടിക്കുലർ സീൻ, ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ആയിട്ട് പോയിട്ട് ഇരിക്കുന്ന സീൻ, അത് ഈ പറഞ്ഞ പോലെ കുറേ ചിരിച്ച സാധനമാണ്. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
ഷോർട്ട് എനിക്കതിനകത്ത് ഒരുപാട് സീക്വൻസ് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് വൺ ഓഫ് ദി മോസ്റ്റ് എനിക്ക് മനസ്സിൽ പെട്ടെന്ന് നിൽക്കുന്നത് ക്ലൈമാക്സിലുള്ള ബ്രദേഴ്സിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിനകത്ത് റോഷനും അർജുനും ചെയ്യുന്നത് അതിനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ അത് നമ്മൾ മുമ്പ് കണ്ട പോലത്തെ ഒരു ഫൈറ്റില്ല. അവർ രണ്ടുപേരുടെയും ഒരുപാട് ഫാക്ടേഴ്സ് ആണ്. ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു എനർജി ഉണ്ട്, അവർ എടുക്കുന്ന ഇൻപുട്സിൻ്റെ സാധനമുണ്ട്, പിന്നെ ആ മൊത്തം ആ ലൈറ്റും പരിപാടിയും ലോട്ട് ഓഫ് തിങ്സ്. അതെല്ലാം കൊണ്ട് എനിക്ക് വൺ ഓഫ് ദി അവരുടെ ആ രണ്ടുപേരും തമ്മിലുള്ള ഇമോഷൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് സീൻസ് ആണ് ആ ഒരു ദി ഹോൾ സീക്വൻസ്. പേഴ്സണൽ ഫേവറേറ്റ് പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് താങ്കളുടെ തന്നെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ട് ഏതാ ഈ സിനിമയിൽ താങ്കളെ കണ്ടതിൽ? എന്നെ കണ്ടതിലോ? അന്നേരം മണ്ണിലേക്ക് വീഴുന്ന സീനാണോ? മണ്ണിലേക്ക് വീഴുന്ന സീനല്ല, എണിക്കണ സീൻ. മണ്ണിൽ നിന്ന് എണിക്കണ സീൻ എനിക്ക് ഇഷ്ടമാണ്. അതൊരു എനിക്കിഷ്ടമുള്ളൊരു സീനാണ്. ലൈക്ക് അതും ആ അർജുൻ ചേട്ടനായിട്ടുള്ള ഫൈറ്റും ആ ഒരു സമയത്ത് ഞങ്ങൾ തമ്മിൽ കുറച്ച് ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിഷ് ചെയ്യാൻ പറ്റിയൊരു സമയം, ഒരു മൊമെൻറ്റ്സ് ആണത്. അപ്പോൾ ആ സീൻസ് എപ്പോഴും കാണുമ്പോൾ എനിക്ക് ആ സെറ്റിലുണ്ടായ അത് സംസാരങ്ങളും ആ ഒരു ബീച്ച് സീൻസ് മൊത്തം മെമ്മറബിളാണ് എനിക്ക്. താങ്കളെ എങ്ങനെയാണ് കിട്ടിയത് ഡയറക്ടറിന്റെ കയ്യിൽ കാസ്റ്റിംഗ് ചെയ്തിട്ട്? അതായത് ഓഡിഷനിൽ ഇത് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ഒരാൾ തന്നെ ആയിരിക്കണം എന്നുള്ള ബ്രീഫ് ഉണ്ടായിരുന്നോ? എല്ലാ ക്യാരക്ടേഴ്സും ഫോർട്ട് കൊച്ചി തന്നെ ആയിരിക്കണം. ഫോർട്ട് കൊച്ചിയിലൊക്കെ ഇപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോ തിരക്ക് തട്ടി നടക്കാൻ പറ്റുണ്ടാവില്ലല്ലോ അല്ലേ? ആൾക്കാർ കണ്ടാക്കണ ആൾക്കാർ ഉണ്ടെങ്കിൽ അവര് മനസ്സിലാക്കും, എന്നാ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സിനിമയിൽ കിട്ടുന്ന അതേ റിസീവ് അല്ലേ റിയൽ ലൈഫിൽ ഇപ്പൊ കിട്ടുക? ഫോർട്ട് കൊച്ചിയിൽ നിങ്ങൾ സിനിമയിൽ വെച്ച് സ്റ്റാർ ആവുന്ന പോലെ തന്നെയല്ലേ ഇപ്പൊ റിയൽ ലൈഫ്? ഫോർട്ട് കൊച്ചിയിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയതിനേക്കാളും കൂടുതൽ എനിക്ക് കോഴിക്കോടിലോ നൈസായിരുന്നു. കോഴിക്കോടിലെ ആൾക്കാർ സൂപ്പറാൻ വിളിക്കണ്ടേ? അല്ല, ഫോർട്ട് കൊച്ചിയിലുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ജി സിനിമാസ് തിയേറ്റർ റെസ്പോൺസിന് പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ ഡാറ്റു അവിടെ ഇരുന്ന് എല്ലാ സിനിമകളും കാണുന്നത് യൂഷ്വലി. അപ്പോൾ ഡാറ്റു കണ്ടു വളർന്ന ഒരു സിനിമ, പുള്ളിയുടെ സ്വന്തം സിനിമ അവിടെ തിയേറ്റർ റെസ്പോൺസിന് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രൗഡ് മൂമെന്റ് ആണ്. അപ്പോൾ തിയേറ്റർ സ്ക്രീന് കയറിയപ്പോൾ എല്ലാവരും സൂപ്പർ ഫാൻ അസോസിയേഷൻ ഉണ്ട് അവിടെ. അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർ പുള്ളിയാണ്. പകുതി എന്റെ കൂട്ടുകാരാണ്. സന്തോഷമാണ്. ലൈക്ക് ഫാമിലി ആയിട്ട് ഫസ്റ്റ് ഡേ പോയിട്ടുണ്ടാവുമല്ലോ? ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പ്രൗഡാണ്, ഹാപ്പിയാണ് എല്ലാവരും. ഞാൻ നോക്കിയ സമയത്ത് അപ്പൊ തന്നെ സ്റ്റോറി ആയി കിടുന്നു, ഇമോഷണൽ ആയിട്ട്. വെരി ഗുഡ്. ഇപ്പൊ ഫൈനൽ എഡിറ്റ് ഒക്കെ ആവുന്നതിന് മുന്നേ താങ്കൾ ചിലപ്പോൾ ഈ എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കണോ അല്ലേ ഇതിന്റെ ബാക്കി പോർഷൻസ് ഒക്കെ? ഏറ്റവും ഇതെന്തായാലും തൂക്കി എന്നുള്ള സീൻ ഏതായിരുന്നു തോന്നിയേ? പൂക്കി എന്നുള്ളൊരു സീൻസ്, പൂക്കിയുടെ കുറേ സീൻസ് ഉണ്ട് അങ്ങനെ. ഈ വിശാഖിൻ്റെ സീൻസ് നമ്മൾ ആക്ച്വലി എഡിറ്റിൽ മാത്രമല്ല ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഐഡിയ ഉണ്ടായി, ഒരു ധാരണ. പക്ഷെ നമ്മൾ അധികം പറഞ്ഞില്ല, കാരണം അധികം ബിൽഡപ്പും പ്രഷർ പുള്ളിക്ക് കൊടുക്കണ്ട എന്ന് തോന്നിയിട്ട്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അതിനപ്പുറം റിയാക്ഷൻസ് ഇപ്പോൾ കിട്ടുന്നുണ്ട് പുള്ളിക്ക്. പിന്നെ എനിക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എൻ്റെ ബ്രദർ പോലെയാണ് വിശാഖും റോഷൻ അർജുൻ, എല്ലാവരും നമ്മുടെ ഫാമിലി പോലെയാണ്. അപ്പോൾ ഇവർക്ക് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ പക്ഷേ വിശാഖിൻ്റെ ഇൻട്രോ ഒരു ഒന്നര ഇൻട്രോ വരുന്നത് അത് ആനന്ദേട്ടൻ്റെ ഒരു ബ്രില്യൻസ് ആണ്. കാരണം പുള്ളി ആക്ച്വലി സ്ക്രിപ്റ്റ് വൈസ് ചെറിയ സെൻറ്ററിങ് പിന്നെ കാര്യങ്ങളൊക്കെ മീൻസ് നമ്മൾ കാണുന്ന പോലെ തന്നെ. പക്ഷെ ആനന്ദേട്ടൻ്റെ ഒരു വിഷനായിരുന്നു. അല്ല, പൂക്കിയുടെ ഒരു ക്ലോസപ്പ് എടുക്കുക. പിന്നെ ഞാനും അർജുനും റാഫീസറും നിൽക്കുന്നൊരു ഷോട്ടാണ്. യൂഷ്വലി ഒരു 3 ഷോട്ടായിട്ട് വെക്കുള്ളൂ. പക്ഷെ ആനന്ദേട്ടൻ വെച്ചത് ചെറിയാൻ്റെ ആക്സസറീസ് ആണ് ഫോർഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ 3 പേര് ഫോക്കസിൽ. അപ്പോൾ പുള്ളിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് ആ ഷോട്ടിൽ. ഈ സാധനം മനസ്സിലാവും, പിന്നെ നമ്മുടെ റിയാക്ഷൻസ് കൂടെ കിട്ടും. അപ്പോൾ അതൊരു എല്ലാവരും ഒരു ടീം വർക്കാണത്. ഓക്കെ, ഇനി ചെറിയാൻ്റെ സ്റ്റൈലിങ്ങിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിൽ ഈ കോസ്റ്റ്യൂംസിലും ആക്സസറീസ് ഒക്കെ നിങ്ങൾ കുറേയധികം പണിയെടുത്തിട്ടുണ്ട്. അതായത് ഇന്ന പോലെ തന്നെ എക്സാക്ട് ഇതാണ് ചെറിയാൻ്റെ ഇടേണ്ട മാല, ഇതാണ് ചെറിയാൻ വെക്കേണ്ട ഗ്ലാസ്, ഇതാണെന്നൊക്കെ ഉള്ളത് എക്സാക്ട് മെൽവിക്ക് അതാണ് ഫുൾ ക്രെഡിറ്റ് മെൽവി നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ. പുള്ളിക്കാരന് ഈ പടത്തിൽ കുറേ പെൻറ്റപ്പ് ആയിട്ടുള്ള ഐഡിയാസും ഫ്രസ്ട്രേഷനും കംപ്ലീറ്റ്ലി എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്കോപ്പായിരുന്നു. കാരണം ഭയങ്കര ഹെവി കോസ്റ്റ്യൂംസ് ആണ് ഇപ്പോൾ റിങ്ങിനകത്തും പുറത്തും ഒക്കെ. അപ്പോൾ ചെറിയാൻ ഇതിൽ റിങ്ങിൽ വേറെ കോസ്റ്റ്യൂം ഇല്ല. അപ്പോൾ ബേസിക്കലി റിങ്ങിൽ കയറുമ്പോൾ ഇതേ സാധനം വർക്ക് ആവണം എന്നുള്ളൊരു ബ്രീഫ് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്. പക്ഷേ ദറ്റ് കൈൻഡ് ഓഫ് ഡീറ്റെയിൽ ദാറ്റ് ഈസ് പോയിന്റ് ടു എവറി കോസ്റ്റ്യൂം. ഇപ്പോൾ അർജുൻ്റെ കോസ്റ്റ്യൂമിലാണെങ്കിൽ അതിൽ തൃശ്ശൂർ പൂരമാണ് ബേസ് ഇൻഫ്ലുവൻസ്, റോഷൻ്റെലാണെങ്കിൽ അതിൽ തെയ്യമാണ് ബേസ് ഇൻഫ്ലുവൻസ്. അതുപോലെ തന്നെ എല്ലാ ക്യാരക്ടറിനും എന്തെങ്കിലും ഇപ്പോൾ കേരളത്തിലോട്ട് റൂട്ട് ചെയ്യാൻ പറ്റുന്ന എലിമെൻറ്റ്സ് അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഒന്നും വെറുതെ അല്ല, ദർസ് എ റീസൺ ഫോർ ഇറ്റ്. ഇപ്പോൾ ചെറിയ ഗ്ലാസസ് അവൻ ഷെയ്ഡ്സ് വെക്കാൻ, കാരണം അതൊരു മാസ്കാണ്. അവൻ കണ്ണ് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി, അവൻ്റെ ഇന്നർ വർക്കിംഗ് കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു സാധനമാണ്. അവൻ്റെ റെട്രോ ക്ലോത്തിങ് ഇസ് ബിക്കോസ് അവൻ്റെ അച്ഛനോടുള്ള ആ ഒരു ഇത് കാരണമാണ്, ആ ഒരു ഹാങ് ഓവറാണ് അതിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
സോ ഫോർ എവറി ക്യാരക്ടർ മെൽവി ഭയങ്കരമായിട്ട് ഇതിന് ഭയങ്കര ഡീറ്റെയിലിംഗ് ചെയ്തിട്ടാണ് നന്നായിട്ട് പണിയെടുക്കുന്നത്. അബ്സല്യൂട്ട്ലി. അതുപോലെ വിശാഖ് ഷർട്ട് അഴിക്കുമ്പോഴാണ് നമ്മളും ഞെട്ടുന്നത്. അതായത് എൻ്റെ അമ്മക്ക് ഇദ്ദേഹത്തിന് ഇത്രയും ബോഡി ഉണ്ടായിരുന്നു. അതുവരെ ബോഡി അങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നില്ലല്ലോ, അതായത് ഇദ്ദേഹത്തിന് ഇത്രയും ബൾക്കി ബോഡി ഉണ്ടെന്ന്. അപ്പോൾ അത് ഓൾറെഡി അങ്ങനെ തന്നെ പോർട്രേ ചെയ്തതാണ്. അതായത് അതുവരെ ആരും അറിയരുത് ഇദ്ദേഹത്തിന് ഇത്രയും ബോഡി ഉണ്ടെന്നും ഇയാൾ ഇത്രയും ഫിസിക്കുള്ള ആളാണെന്നും. അത് ആ നിർബന്ധമുള്ളതുകൊണ്ട് നമുക്കറിയാം പുള്ളിക്ക് ഉണ്ടെന്ന്, കാരണം വെച്ച് ട്രെയിൻ ചെയ്തതാണ്. ഇതിന് ആക്ച്വലി ചാർട്ടിങ് വൈസ്, ഫൈറ്റിന്റെ ചാർട്ടിങ് വൈസ് വിശാഖും അർജുൻ്റെ ഫൈറ്റ് ആയിരുന്നു ലാസ്റ്റ്. പക്ഷെ ഓൾറെഡി അതിന് മുമ്പ് അർജുൻ എൻ്റെ ഫൈറ്റ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവരെല്ലാവരും ഫൈറ്റ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആ ലാസ്റ്റ് ഡേ വരെ ചെറിയ വിശാഖ് ഇതുവരെ റിങ് കയറിയിട്ടുണ്ടായില്ല. അപ്പോൾ പുള്ളിക്കൊരു കൊതിയുണ്ട്. അതാണ് മീൻസ് പുള്ളി കയറിയിട്ടേ ഇല്ല. അപ്പോൾ ഫൈറ്റിന്റെ സമയത്ത് മാത്രം കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കൊരു ഇതുണ്ട്, ഇനി കയറണം, കയറിയാ കൊതിയാണ്. ഉമ്മാരൊക്കെ അകത്ത് കയറി വൻ സീൻ എനിക്ക് കയറണം. കൊതിയായിട്ട് പാടില്ല. ജസ്റ്റ് കയറി ചാടി നോക്കാൻ പോലും കയറില്ല, ജസ്റ്റ് സ്റ്റാൻഡിങ് ഔട്ട് സൈഡ്. കാരണം നമുക്ക് ആ ക്യാരക്ടറായിട്ട് കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു സാധനം കിട്ടുന്ന വിചാരിച്ചു. പക്ഷെ എൻ്റെ പോലും അത് കയറിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ലുണ്ട്, ഭയങ്കര രസമാണ് അത്. അതിന്റെ ആ ഒരു ഫുൾ ബിൽഡപ്പ് ആ ഒരു ഷർട്ടിന്റെ ഇതിലേക്കാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായ സാധനം ഉണ്ടായിരുന്നു. അത് ഇവന്റെ സ്ട്രെങ്തോ അല്ലെങ്കിൽ ഇവന്റെ ഇങ്ങനെ ഒരു ത്രെറ്റ് ആണെന്നുള്ള സാധനം അതിന് മുമ്പ് എവിടെയും കാണിക്കരുത്. ലാസ്റ്റ് ആ റിവീലിൽ ആൾക്കാർ ഷിറ്റ് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു സാധനം വരണം എന്നുള്ളത് അവന്റെ ഒരു ഐഡിയ ആയിരുന്നു. കാരണം എന്താണെന്നോ, മറ്റേ അർജുന ശോഭനുമായിട്ടുള്ള ആദ്യത്തെ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ ആ ബീച്ചിൽ, അപ്പോൾ പോലും നമ്മൾ വിചാരിക്കുന്നില്ല ഇവൻ വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള കൈയല്ലേ, വലിയ പരിപാടിയൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഷർട്ട് അയച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഞെട്ടിപ്പോയി. ഇപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ വേദു ആൾക്കാർ വേദിക എന്നുള്ള പേര് വിളിക്കുന്നുണ്ട്, വേദിക എന്നുള്ള പേര് വിളിക്കുന്നുണ്ട് എല്ലാവരും. ഫുൾ ഇപ്പൊ റോസമ്മ എന്നല്ലേ വിളിക്കുന്നത് അല്ലേ? ഫാൻസ് ഒക്കെ അസോസിയേഷൻ ഉണ്ടോ ഇപ്പൊ സ്കൂളില്? നാളെ സ്കൂളിൽ പോകും. ടീച്ചേഴ്സ് ഒക്കെ കട്ട വെയിറ്റിംഗ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ക്ലാസ്സിൽ വരാൻ അല്ല, സിനിമ കാണാൻ. സിനിമ ഇപ്പൊ കണ്ടില്ലേ? സിനിമ കണ്ടപ്പോ ഇപ്പൊ എന്താ പറയുന്നത് ടീച്ചേഴ്സും ഫ്രണ്ട്സ് ഒക്കെ? എന്റെ ക്ലാസ് ടീച്ചറൊക്കെ എന്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആണോ? എന്നിട്ട് എന്താ പറഞ്ഞേ? ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയുന്നത്? സൂപ്പർ സ്റ്റാർ ആയി എന്നാണ് പറയുന്നത്. ഞാനേ സ്കൂളിൽ പോയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ടീച്ചേഴ്സ് സ്കൂളിൽ പോയില്ല, പിന്നെ സ്കൂളിലേക്ക് എത്തി നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. നാളെ പോകും. വൻ റിസപ്ഷൻ ആയിരിക്കും അല്ലേ? ബോഡി ഗാർഡ്സിനെ കൊണ്ടുപോണ്ടി വരുമോ? ഏതോ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കുമ്പോ മമ്മൂക്കയുടെ കൂടെ ഉള്ള ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഫോൺ കൊണ്ടുപോകാൻ പറ്റും സ്കൂളിൽ. ഞാൻ ചോക്ലേറ്റ്സ് കൊണ്ടുപോകും അല്ലേ? സക്സസ് പാർട്ടി ഒക്കെ നടക്കല്ലേ? അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പോൾ എന്തായാലും ഹിറ്റാണ് സിനിമ. ഇനിയും ഒരുപാട് പറഞ്ഞ പോലെ മൈൽ സ്റ്റോൺ ഈ സിനിമയ്ക്ക് സംഭവിക്കട്ടെ. ഈ ടീമിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഈ സിനിമകൾ സംഭവിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. I was very much happy to meet you all. Thank you so much. It was nice talking to you.